അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നാം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് പങ്കാളികളിൽ നിന്നുള്ള സ്നേഹം. പരസ്പരം സ്നേഹമുണ്ടെങ്കിലേ ദാമ്പത്യ ജീവിതത്തിൽ മധുരമുണ്ടാവുകയുള്ളൂ. ഇന്ന് നല്ലൊരു ഇസ്മ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അള്ളാഹുവിൻ്റെ നാമം അസ്മാഉൽ ഹുസ്നയിലുള്ള ഈ ഒരു നാമം നമ്മൾ ഭാര്യ ഭർത്താവ് തമ്മിൽ ബന്ധപ്പെടുമ്പോൾ ഈ ഒരു നാമം മനസ്സിൽ കൊണ്ടുവരിക. അപ്പോൾ നമ്മുടെ എതിർ പങ്കാളി നമ്മളെ വളരെയധികം ഇഷ്ടപ്പെടും, തൃപ്തിപ്പെടും. ഇത് ഒരുപാട് കിതാബുകളിലൊക്കെ ഉള്ളതാണ്, മുത്തുനബി പഠിപ്പിച്ചതാണ്. അള്ളാഹു നമ്മളോട് പറഞ്ഞ ഒരു ഇബാദത്താണ് ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധം. മുത്തുനബി പഠിപ്പിച്ച രീതിയിൽ ഓരോ കാര്യത്തിലും അതിൻ്റെതായ മാന്യതകളും മര്യാദകളും കൂടി തന്നെ നമ്മൾ ഓരോ ബന്ധത്തിലും ഏർപ്പെടണം. എന്നാലേ നമുക്ക് അതിനുള്ള പ്രതിഫലം അള്ളാഹു തരികയുള്ളൂ. ഭാര്യ ഭർത്താവ് ബന്ധപ്പെടുമ്പോൾ ആദ്യം ബിസ്മിയൊക്കെ ചൊല്ലി നമ്മൾ ഏർപ്പെടുന്ന സമയത്ത് ഈ ഒരു നാമം, അള്ളാഹുവിൻ്റെ നാമം അസ്മാഉൽ ഹുസ്നയിലുള്ള 92ാമത്തെ നാമം യാ നാഫിഉ എന്ന ഈ ഒരു നാമം മനസ്സിൽ കൊണ്ടുവരിക. ചൊല്ലരുത്, മനസ്സിൽ ഇത് നമ്മൾ വിചാരിക്കുക, മനസ്സിൽ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക, കൊണ്ടുവരിക. അപ്പോൾ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഈ വചനം മനസ്സിൽ ഓർത്താൽ ഭാര്യ അവനെ ഇഷ്ടപ്പെടും. അതുപോലെ നേരെ തിരിച്ച് ഭാര്യയാണ് ഈ ഒരു ഇസ്മ മനസ്സിൽ വിചാരിക്കുന്നതെങ്കിൽ ഭർത്താവ് അവളെ ഒരുപാട് തൃപ്തിപ്പെടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.